നമസ്കാരം. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ വിവിധ ചാനലുകൾക്കും വ്ലോഗർമാർക്കും അഭിമുഖങ്ങൾ നൽകിയിരുന്നു. ഇതിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട അഭിമുഖങ്ങളിലൊന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനുമായി പ്രശസ്ത വ്ലോഗർ സുജിത് ഭക്തൻ നടത്തിയ പ്രത്യേക അഭിമുഖം. ഈ പോഡ്കാസ്റ്റ് ചാറ്റ് വിത്ത് ഭക്തൻ എന്ന സുജിത്തിന്റെ പോഡ്കാസ്റ്റ് സീരീസിന്റെ ഭാഗമായാണ് നടന്നത്. കേരളത്തിന്റെ വികസനം, നേതൃപാഠവും, ഭരണ നേട്ടങ്ങൾ, ഭാവി കേരളത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ തുടങ്ങിയവ മുഖ്യമന്ത്രി ഈ പോഡ്കാസ്റ്റിൽ പങ്കുവച്ചിരുന്നു. ഏകദേശം 4 ലക്ഷത്തോളം അടുത്ത ആളുകൾ കണ്ട ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയൊരു വിവാദം നടക്കുകയാണ്. തന്നോട് കടക്ക് പുറത്തെന്ന് പറയുമോ എന്ന് പേടിയുണ്ടെന്ന സുജിത്തിന്റെ ചോദ്യത്തിന് അത് മാധ്യമങ്ങൾ സൃഷ്ടിച്ചതാണെന്നും ഗോഡ്ഫാദർ സിനിമയിൽ എന്ന പോലെ കേറിപാടാ മക്കളെ എന്നാണ് തനിക്ക് പറയാനുള്ളതെന്നും മുഖ്യമന്ത്രി തമാശ രൂപേണ മറുപടി നൽകിയത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് സമയത്തെ PR സ്റ്റണ്ടിനായി ഇടത് സൈബർ വിങ് മുഖ്യമന്ത്രി എത്രയോ ലളിതമായാണ് ആളുകളോട് ഇടപെടുന്നതെന്നും അദ്ദേഹം വലിയ രീതിയിലുള്ള മഹാമനസ്കനാണെന്ന തരത്തിലൊക്കെ വാർത്തകൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ഈ ഭാഗങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളമുള്ള ഇമേജ് അത് മാധ്യമങ്ങളോട് അദ്ദേഹം ഒരിക്കലും സൗഹൃദപരമായി സംസാരിക്കാറില്ല എന്നും അദ്ദേഹത്തിൻ്റെ രീതികൾ കാർക്കശ്യത്തോടു കൂടി ഉള്ളതാണെന്നുമാണ്. ഇത്തരമൊരു ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി ചിരിച്ചുകൊണ്ട് നടത്തിയ സംഭാഷണങ്ങളൊക്കെ വലിയ രീതിയിൽ ജനകീയമാവുകയും ഇടത് സൈബർ വിങ്ങുകൾ അത് പ്രചരിപ്പിക്കുകയും ചെയ്തത്. എന്നാൽ നിലവിൽ ഈ പോഡ്കാസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു വിഷ്വൽ അത് വലിയ രീതിയിൽ വിവാദമായിരിക്കുന്നു. സുജിത് ഭക്തൻ ഒരു റീൽ എടുക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഡയലോഗുകൾ പറഞ്ഞു കൊടുക്കുകയും അദ്ദേഹം അതുപോലെ ആവർത്തിക്കുകയും ചെയ്യുന്നൊരു ഭാഗമാണ് ഇപ്പോൾ വിവാദത്തിന് ആധാരമായിരിക്കുന്നത്. സുജിത് ഭക്തൻ അദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ അവസാനം തന്നെ ഈ ഭാഗം ചേർത്തിട്ടുണ്ട്. എന്നാൽ ഇത് ഓഫ് റെക്കോർഡായി വന്നതാണ് എന്നും ഇതിപ്പോൾ ലീക്കായ വിഷ്വൽസ് ആണ് എന്ന് പറഞ്ഞും കോൺഗ്രസ് സൈബർ ഇടങ്ങളിൽ ഇത് വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. വീഡിയോയുടെ ഭാഗം ഇങ്ങനെയാണ്. സുജിത് ഭക്തൻ അദ്ദേഹത്തോട് പറയുന്നു, സാർ ഒരു റിക്വസ്റ്റ് ഉണ്ട്, ഒരു ചെറിയ ഡയലോഗ് പറയാം, ഒരു റീൽ എടുക്കാൻ വേണ്ടിയാണ്, വൈറലാകും, ഇത്രയേ ഉള്ളൂ, ഞാൻ പറയും, എനിക്കൊരു പോഡ്കാസ്റ്റ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഞാനത് ചോദിച്ചു കഴിഞ്ഞാൽ എന്നോട് കടക്ക് പുറത്തെന്ന് പറയുമോ എന്ന് ചോദിക്കും. എൻ്റെ സാർ അപ്പോൾ പറയണം, കടക്ക് പുറത്തൊക്കെ പണ്ടല്ലേ, ഇപ്പോൾ കേറിപാടാ മക്കളാണ്, നീ വാ നമുക്ക് ചെയ്യാമെന്ന്. ഇത്രയും പറഞ്ഞാൽ മതിയെന്ന് സുജിത് ഭക്തൻ പറയും. അപ്പോൾ അദ്ദേഹം അത് സമ്മതിക്കും. അപ്പോൾ സുജിത് ഭക്തൻ കടക്ക് പുറത്തൊക്കെ പണ്ടല്ലേ നീ കേറിപാടാ മക്കളെ എന്ന് പറയണം എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ പറയാം എന്ന് പറയുകയും സുജിത് ഭക്തൻ റീൽസ് റെക്കോർഡ് ചെയ്യുന്ന പോലെയൊക്കെ, ശരി സാർ നമസ്കാരം, ഞാൻ സുജിത് ഭക്തൻ, എനിക്ക് ചാറ്റ് വിത്ത് ഭക്തൻ എന്ന് പറയുന്നൊരു പോഡ്കാസ്റ്റ് ഉണ്ട്, എനിക്ക് താങ്കളുമായിട്ടൊരു പോഡ്കാസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഒരു പേടിയുണ്ട്, കടക്ക് പുറത്തെന്ന് പറയുമെന്നുള്ളതാണ് എൻ്റെ പേടിയെന്ന് സുജിത് ഭക്തൻ പറഞ്ഞ് പഠിപ്പിച്ചതുപോലെ തന്നെ പിണറായി വിജയൻ വളരെ കൃത്യമായ ആ ചോദ്യത്തിന് മറുപടി നൽകുന്നുണ്ട്. ആ പേടി മാധ്യമങ്ങൾ സൃഷ്ടിച്ചതാണ്. എനിക്ക് പറയാനുള്ളത് ഗോഡ്ഫാദർ പറഞ്ഞ കാര്യമാണ്, കേറിപാടാ മക്കളെ എന്ന്. സുജിത് ഭക്തൻ അടിപൊളി സാർ, താങ്ക് യു സോ മച്ച് എന്നുള്ളതായിരുന്നു ആ വീഡിയോയുടെ പ്രധാനപ്പെട്ട ഭാഗം. എന്നാൽ ആ വീഡിയോ അദ്ദേഹത്തിൻ്റെ പോഡ്കാസ്റ്റിൻ്റെ ഏറ്റവും അവസാനമായി തന്നെ ചേർത്തിട്ടുണ്ട്. എന്നാൽ ഈ വിവാദ ഭാഗം അത് ലീക്ക്ഡ് വിഷ്വൽസ് ആണെന്ന രീതിയിലാണ് ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്നത്. അത് PR സ്റ്റണ്ടിൻ്റെ ഭാഗമാണെന്നും കോൺഗ്രസ് അനുഭാവികളുടെ വാദമുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല എന്നാണ് സുജിത് ഭക്തൻ അദ്ദേഹം തൻ്റെ FB അക്കൗണ്ടിൽ പോസ്റ്റും ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: ലീക്കായി എന്ന് പറഞ്ഞു പരക്കുന്ന ക്ലിപ്പ് ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ഇട്ട വീഡിയോയിലുള്ള ഭാഗമാണ്. ഇത് മുഖ്യമന്ത്രിയെ കൊണ്ട് ഞാൻ പറഞ്ഞു പറയിപ്പിച്ച് തന്നെയാണ്. അത് മുഖ്യമന്ത്രിയുടെ പോഡ്കാസ്റ്റിൽ ഞാൻ ഇട്ടിട്ടുമുണ്ട്. വീഡിയോയുടെ അവസാനം 1 മിനിറ്റ് കണ്ടു നോക്കുക. എൻ്റെ പോഡ്കാസ്റ്റിൽ അദ്ദേഹം എന്നോട് അത്രയും അധികം കംഫർട്ടബിൾ ആയതുകൊണ്ട് മാത്രമാണ് റീലൊക്കെ ചെയ്യാൻ സഹകരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുഖത്ത് നോക്കി അദ്ദേഹത്തെ ആളുകൾ സോഷ്യൽ മീഡിയയിൽ വിളിക്കുന്ന പേരുകളും മറ്റും പറഞ്ഞത് അതുകൊണ്ട് മാത്രമാണ്. പലർക്കും സാധിക്കാത്തൊരു കാര്യം എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിച്ചെന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. PR വർക്ക് എന്ന് പറഞ്ഞവരുടെ ഒരു വാക്ക് എല്ലാ പാർട്ടിയിൽ നിന്നുള്ള ആളുകളുടെ ഒപ്പം ഞാൻ പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പിണറായി വിജയൻ മാത്രമല്ല VD സതീശനും രാജീവ് ചന്ദ്രശേഖറും വരെയുണ്ട്. എൻ്റെ ചാനലിൽ ഞാനിട്ട വീഡിയോ തന്നെയാണ് ലീക്കായി എന്ന രീതിയിൽ തെറ്റായി പ്രചരിപ്പിക്കുന്നത് എന്നുള്ളതാണ് ആ സുജിത് ഭക്തൻ്റെ പോസ്റ്റ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ചാനലിലെ ഒഫീഷ്യൽ പോഡ്കാസ്റ്റിൽ തന്നെ ഈ ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും.